ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമാകട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ ദൈവവചനമാണ്. അതനുസരിച്ച് ജീവിക്കണമെന്ന് ദൈവവും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നാം അങ്ങനെയാണോ? ബൈബിളിനെ ചുംബിക്കുമ്പോൾ നാം ചുംബിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തെ തന്നെയാണ്. വചനത്തെ അവഗണിക്കുമ്പോൾ നാം തിരസ്കരിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ജെറോം ഇങ്ങനെ സങ്കടപ്പെട്ടത്. ബൈബിളിനെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണെന്ന്. പലരും ബൈബിളിനെ അത്ര ഗൗരവത്തിലെടുക്കുന്നില്ല എന്നതാണ് സങ്കടം. സത്യത്തിൽ എന്താണ് ബൈബിൾ? കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അതിൽ 73 പുസ്തകങ്ങളുണ്ട്, 2 തലങ്ങളിലായി, പഴയ നിയമവും പുതിയ നിയമവും. ഏകദേശം 40ഓളം ഗ്രന്ഥകർത്താക്കളാണ് ഈ ബൈബിളിനെ രൂപപ്പെടുത്തിയത്. 1500 വർഷങ്ങൾക്കിടയിൽ ഈ 1500 വർഷങ്ങളുടെ വിവിധ കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ട പുസ്തകങ്ങളാണ് ബൈബിളെങ്കിലും അതിലൊരു യൂണിറ്റി ഉണ്ട്. കാരണം ദൈവത്തിൻ്റെ കരസ്പർശമുള്ള വചനങ്ങളാണത്. ഏറ്റവും കൂടുതൽ ഭാഷയിൽ ഇത് പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു, 2000-ലധികം ഭാഷകളിൽ. ഏറ്റവും ആദ്യം പുസ്തകമായി രൂപപ്പെട്ടതും ബൈബിളാണ്. ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നതും ബൈബിളാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വചനം ഒരുപാട് പേര് നവീകരിക്കാത്തത്? എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്ന്? തീർച്ചയായിട്ടും ഉണ്ടാകും. എന്നാൽ എത്ര പേർക്ക് കൈവശം ബൈബിളുണ്ട്? അതിലും ഒരുപാട് പേരുണ്ടാകും. വീണ്ടും ചോദിക്കുക, എത്ര പേരാ അനുദിനം ഇത് വായിക്കുന്നത്? പതിയെ പതിയെ എണ്ണം കുറയും. എത്ര പേരാ ഇതനുസരിച്ച് ജീവിക്കുന്നത്? അപ്പോൾ വളരെ എണ്ണം കുറവായിരിക്കും. അതെ, ബൈബിളിനെ ഗൗരവത്തിലെടുക്കുന്നവർ അപൂർവം ചിലരേയുള്ളൂ. ബൈബിളിന് വേണ്ടി, വചനത്തിന് വേണ്ടി ദാഹിക്കാൻ സമയമായിരിക്കുന്നു. നെഹമ്യായുടെ പുസ്തകം എടുക്കുക. അതിൽ 13 അധ്യായമുണ്ട്. ആദ്യത്തെ 7 അധ്യായം നെഹമ്യ ജെറുസലേമിൻ്റെ അതിർത്തി ഭിത്തികൾ പുനഃസ്ഥാപിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയാണ്. ബാഹ്യമായൊരു അതിർത്തി ഭിത്തി പണിതതിന് ശേഷം ജനങ്ങൾ തടിച്ചു കൂടുന്നുണ്ട്. പുരോഹിതനായ എസ്ര ദൈവവചനമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ജനങ്ങൾ ആ വചനത്തിന് വേണ്ടി ദാഹിക്കുന്നു. എന്നിട്ട് 6 മണിക്കൂർ ആ പുരോഹിതൻ വായിക്കുന്ന വചനം കേട്ട് കരയുന്നു, അനുതപിക്കുന്നു, മനസ്തപിക്കുന്നു. നെഹമ്യായുടെ പുസ്തകത്തിൻ്റെ പകുതി ഭാഗം ബാഹ്യമായൊരു അതിർത്തി ഭിത്തി സ്ഥാപിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നുവെങ്കിൽ പിന്നീട് വരുന്നത് ഉള്ളിൽ വചനം കൊണ്ടൊരു ഭിത്തി പണിയുന്ന സംരംഭത്തിലാണ്. ബാഹ്യമായി നാം എത്ര സുരക്ഷിതമായി ഭിത്തി പണിതാലും എല്ലാ ദുരന്തങ്ങളും അതിജീവിക്കാനുള്ള കരുത്ത് കിട്ടുന്നത് വചനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെയാണ്. അതെ, നെഹമ്യായുടെ പുസ്തകം പങ്കുവെക്കുന്ന ഒരു സന്ദേശമാണിത്. വചനത്തിന് വേണ്ടി ദാഹിക്കുക. ആ ജനം മുഴുവൻ പുരോഹിതൻ വായിക്കുന്ന വചനം കേട്ട് മനസ്തപിച്ചു കരഞ്ഞുവെന്ന 6 മണിക്കൂർ ആ പുരോഹിതൻ വായിച്ചിട്ടും അവർ തളർന്നില്ല, ശ്രദ്ധയോടെ കേട്ടു. ഒരല്പസമയം പോലും വചനം വായിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? സ്വസ്ഥമായി അതിനെ ധ്യാനിക്കാനുള്ള കൃപ നമുക്കുണ്ടോ? വചനത്തെ എന്തുകൊണ്ടാണ് പലരും ഗൗരവത്തിലെടുക്കാത്തത്? പത്രം വായിക്കുന്ന ഗൗരവം പോലും പലപ്പോഴും നമുക്ക് വചനത്തിന് കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. അനുദിനം പ്രഭാതത്തിൽ ചൂട് ചായയോടൊപ്പം പത്രം വായിക്കാൻ നമുക്കൊക്കെ എന്തുമാത്രം ഇഷ്ടമാണ്. കാരണം എന്താ? പത്രം ഈ ലോകത്തിൻ്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഏറ്റവും മോശപ്പെട്ട അനുഭവങ്ങൾ, കൊലപാതകം, അക്രമം, യുദ്ധം, മോഷണം, അങ്ങനെ നിരവധിയായ മനുഷ്യരുടെ വീഴ്ചകളെക്കുറിച്ചുള്ള വാർത്തയാണ് അനുദിന പത്രം നമുക്ക് തരുന്നത്. അത് വായിക്കുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം ഉണ്ടാകും. കാരണം നമ്മൾ ഈ മനുഷ്യരെ പോലെ മോശമല്ലല്ലോ എന്നൊരു സന്തോഷം. എന്നാൽ പ്രഭാതത്തിൽ നമ്മളൊന്ന് ബൈബിൾ എന്നെടുത്ത് വായിച്ചു തുടങ്ങുക.
ബൈബിൾ നമ്മോട് പറയും ഈ ഭൂമിയിൽ ഏറ്റവും മോശപ്പെട്ടത് നമ്മളാണെന്ന്. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ത്യാഗപൂർണമായ വഴിയെക്കുറിച്ചുള്ള വെളിച്ചം അത് തരും. ബൈബിൾ നമ്മെ അസ്വസ്ഥപ്പെടുത്തും. അതുകൊണ്ടാണ് ബൈബിൾ നാം വായിക്കാതെ മാറ്റിവെച്ച് അനുദിന പത്രം വായിച്ച് ആശ്വാസം കണ്ടെത്തുന്നത്. ബൈബിളിനെ ധ്യാനിക്കുക, അതിനുവേണ്ടി ദാഹിക്കുക. ഓർക്കുകയാണ്, റിക് വാറൻ്റ് എന്നൊരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ അദ്ദേഹത്തിനൊരു ബൈബിൾ കൊടുത്തു. ബൈബിളിൻ്റെ ആദ്യ പേജിൽ സുഹൃത്ത് ഇങ്ങനെയൊരു വാക്ക് എഴുതി വെച്ചു: ദിസ് ബുക്ക് വിൽ കീപ് യു എവേ ഫ്രോം സിൻ, ഓർ സിൻ വിൽ കീപ് യു എവേ ഫ്രോം ദിസ് ബുക്ക്. ആശയം ഇങ്ങനെയാണ്: ഈ പുസ്തകം നിങ്ങളെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും, അല്ല എങ്കിൽ പാപം നിങ്ങളെ ഈ പുസ്തകത്തിൽ നിന്ന് അകറ്റി നിർത്തും. സത്യമല്ലേ? അനുദിനം ബൈബിൾ വായിക്കുന്നവർ ഒരുപാട് കൃപയുടെ വഴിയിൽ ജീവിതം നയിക്കുന്നവരാണ്. ബൈബിളിനെ, ദൈവവചനത്തെ ഉപേക്ഷിക്കുന്നവർ ഇടർച്ചയുടെ വഴിയിലൂടെ കടന്നു പോവുകയാണ്. അവരുടെ ജീവിതത്തിലെ പാപമാലിന്യങ്ങൾ ദൈവവചനത്തിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ അവരെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കും. ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുക, അനുദിനം അതിനെ മനനം ചെയ്യുക. തീർച്ചയായും ദൈവത്തിൻ്റെ പ്രിയ മക്കളായി നാം നവീകരിക്കപ്പെടും. ഓർക്കുകയാണ്, ഒരു പിതാവ് സന്ധ്യാനേരത്ത് തൻ്റെ വീടിൻ്റെ വരാന്തയിലിരുന്നു കൊണ്ട് ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടുകൊണ്ട് ജോലി സ്ഥലത്തു നിന്ന് വന്ന മകൻ അപ്പനോട് ചോദിച്ചു, അപ്പനെന്താണ് ഈ സമയം പാഴാക്കുന്നത്? ബൈബിൾ വെറും കെട്ടുകഥയാണ്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് അപ്പം പറഞ്ഞു, മകനെ, നിനക്കിതൊരു കെട്ടുകഥയായിരിക്കാം, പക്ഷേ ഈ ബൈബിൾ വായിച്ചത് കൊണ്ടാണ് നീ ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ നീ ഭൂമിയിൽ തന്നെ ഉണ്ടാകില്ല. അത് കേട്ട് ആശ്ചര്യത്തോടെ ഈ മകൻ അപ്പനോട് ചോദിച്ചു, പിന്നെ വെറുതെ നുണ പറയാതെ ഞാൻ മരിച്ചു പോകുമെന്നാണോ അപ്പം പറയുന്നത് ബൈബിൾ വായിച്ചില്ല എങ്കിൽ? അപ്പോൾ അപ്പൻ മകനോട് പറഞ്ഞു, മകനെ, നീ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കെ നാം ഒരുപാട് കടക്കിണിയുടെ നടുവിലായിരുന്നു, സാമ്പത്തിക പ്രതിബദ്ധതകൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ദുർബലനായി ഞാൻ തീരുമാനിച്ചതാ നിന്നെ അബോർട്ട് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അബോർട്ട് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന തൊട്ട് മുമ്പ് വാതിലടച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട ബൈബിൾ വെറുതെ എടുത്തൊന്ന് വായിച്ചതാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യം: കുഞ്ഞിൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനെ യാതൊന്നും ചെയ്യരുത്. ആ വചനം ഞങ്ങൾ ഉപദേശിച്ചപ്പോഴാണ് ഞങ്ങൾ തീരുമാനം മാറ്റിയത്, നിന്നെ അബോർട്ട് ചെയ്യാനുള്ള തീരുമാനം ഉപേക്ഷിച്ചത്. കുഞ്ഞിൻ്റെ മേൽ കൈവയ്ക്കരുത്, അവൻ ഉപേക്ഷിക്കും. സത്യത്തിൽ ഈ വചനം ഉൽപ്പത്തി പുസ്തകത്തിലെയാണ്. അബ്രഹാം സ്വന്തം മകനെ വധിക്കാനായിട്ട് കത്തിയോങ്ങിയപ്പോൾ ദൈവദൂതൻ പറഞ്ഞ വചനമാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം മറ്റൊരു പിതാവിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച വചനമായിട്ട് മാറി. അതെ, വചനത്തിനും ഇപ്പോഴും ശക്തിയുണ്ട്. കാരണം അത് ദൈവത്തിൻ്റെ ഊർജമാണ്. നമ്മളൊക്കെ പ്രഭാതത്തിൽ ഭക്ഷണം കഴിക്കാറുണ്ട്. കഴിക്കുന്ന ഭക്ഷണം നാവിൽ വെച്ച് വീണ്ടും തുപ്പിക്കളഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ട്? ആ ഭക്ഷണം ഊർജമായിട്ട് മാറണമെങ്കിൽ ഉദരത്തിൽ വരണം, ദഹിക്കണം. ദഹിക്കുമ്പോഴാണ് ഭക്ഷണം ഊർജമായിട്ട് മാറുന്നത്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വചനത്തിലുണ്ട്. വെറുതെ വായിച്ച് മറിച്ച് വെച്ചതുകൊണ്ട് കാര്യമില്ല. അത് മനനം ചെയ്യണം, ധ്യാനിക്കണം. ധ്യാനമാണ് ദൈവത്തിൻ്റെ വചനം ഊർജമായിട്ട് മാറുന്നത്. മെഡിറ്റേഷൻ ഈസ് എ സ്പിരിച്വൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന. അതെ, ധ്യാനം ഒരു ആത്മീയ ദഹന പ്രക്രിയ. നാം വായിക്കുന്ന വചനത്തെ ധ്യാനിച്ച് ദൈവത്തിൻ്റെ ഊർജം നാം സ്വന്തമാക്കണം. ഒരുപാട് പേർക്ക് അങ്ങനെ നവീകരണം ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധരുടെ ജീവിതം തന്നെ എടുക്കുക. ഒരുപാട് ഇടറുന്ന വേളയിൽ, പ്രലോഭനത്തിൻ്റെ നടുവിൽ വചനമാണ് അവർക്ക് കരുത്തായിട്ട് മാറിയത്. ആദ്യത്തെ സന്യാസി മരുഭൂമിയിൽ അന്തോണിസിൻ്റെ ജീവിതം മാറ്റിമറിച്ചതൊരു വചനമാണ്. സമ്പന്നത്തിൻ്റെ നടുവിൽ ജീവിച്ചപ്പോൾ അവൻ വായിച്ചു, പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കാൻ. ആ വചനത്തിൻ്റെ കരുത്തിൽ അവൻ അവൻ്റെ സമ്പത്ത് മുഴുവൻ ദരിദ്രർക്ക് ദാനം ചെയ്തുകൊണ്ട് മരുഭൂമിയിൽ പോയി തൻ്റെ താമസ ജീവിതം ആരംഭിച്ചു. ഫ്രാൻസിസ് സേവൻ്റെ ജീവിതം നമുക്കറിയാം. ഇഗ്നേഷ്യസ് ലയോള എന്ന സുഹൃത്ത് പങ്കുവെച്ചൊരു വചനമാണ് ആ യുവാവിൻ്റെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്.
ഈ ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവിന് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് എന്ന ആ വചനത്തിൻ്റെ ഇരുതലുള്ള വാൾ ആ യുവാവിൻ്റെ ജീവിതത്തിൽ ഭേദിച്ചു. അവൻ മാനസാന്തരപ്പെട്ടു. അവൻ ഇന്ത്യയിലേക്ക് വന്നു ഒരുപാട് പേരെ നവീകരിച്ചു. ഒരു വചനം ആ യുവാവിനെ വിശുദ്ധ ഫ്രാൻസിസ് സേവറാക്കി മാറ്റി. നമുക്കറിയാം മദർ തെരേസ കൽക്കട്ടയിലേക്ക് കടന്നു വന്ന ലൊറേറ്റോ കോൺഗ്രിയേഷ്യയിലെ ഒരു കന്യാസ്ത്രീയായിരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു വചനമുണ്ട്, എളിയവർക്ക് നന്മ ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് നന്മ ചെയ്തത്. ആ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് കൽക്കട്ടയിലെ ഇരുണ്ട വഴികളിലൂടെ ഈ അമ്മ യാത്ര ചെയ്തത്. അനേകരെ സ്നേഹത്തിൻ്റെ കരുണയുടെ സ്പർശനം കൊണ്ട് വീണ്ടെടുത്തത്. മഹാത്മാഗാന്ധിജിക്ക് പോലും കുറേ കൂടി ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കരുത്ത് കിട്ടിയത് ഗിരിപ്രഭാഷണമെന്ന ആ വചനഭാഗം വായിച്ചിട്ടാണ്. അനേകരുടെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കുന്നുണ്ട് വചനം വായിച്ചിട്ട്, ധ്യാനിച്ചിട്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വചനം ഒരു കരുത്തായിട്ട് മാറുന്നുണ്ടോ? ലോകത്തിൻ്റെ അറിവിൻ്റെ പിന്നാലെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ആ തരുന്ന അറിവ് നമ്മെ മുന്നോട്ട് നയിച്ചേക്കാം. എന്നാൽ നിത്യതയുടെ വഴിയിലേക്കുള്ള വെളിച്ചം തരുന്നത് ബൈബിളാണ്, വചനമാണ്. നമ്മുടെ പ്രാർത്ഥന മുറിയിലിരിക്കുന്ന വചനം ഉപേക്ഷിച്ച് നാം ലോകത്തിൻ്റെ അറിവിൻ്റെ പിന്നാലെ പോകുന്നു. ബൈബിളിലേക്ക് തിരികെ വരിക, ബൈബിളിനെ കണ്ടെത്തുക, അതിൻ്റെ ജ്ഞാനത്തിന് ഉറവിടത്തെ മനസ്സിലാക്കുക. പലപ്പോഴും ദൂരെ അന്വേഷിക്കുന്നവരാണ് നമ്മളുടെ ഉള്ളിലുള്ള വിലപ്പെട്ടതൊന്നും നാം തിരിച്ചറിയുന്നില്ല. ഓർക്കുന്നത് ആഫ്രിക്കയിലെ ഒരു കർഷകനെയാണ്, ഹാഫിസ് എന്നവൻ്റെ പേര്. അവനോട് ഒരു മനുഷ്യൻ പറഞ്ഞു, നിനക്ക് ഒരു ചെറിയ രത്നക്കല്ല് കിട്ടിയാൽ ഈ നാട് മുഴുവൻ സ്വന്തമാക്കാനുള്ള സമ്പത്തുണ്ടാകുമെന്ന്. അതോടെ ഹാഫിസ് ആഗ്രഹിച്ചു രത്നം സ്വന്തമാക്കാൻ. അതിനുവേണ്ടി അവൻ അന്വേഷണം ആരംഭിച്ചു. അതിനു മുമ്പേ അവൻ്റെ സമ്പത്തൊക്കെ വിറ്റ് അവൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് ബാക്കിയുള്ള സമ്പത്തുമായിട്ട് അവൻ ആഫ്രിക്ക മുഴുവനും ഈ രത്നം അന്വേഷിച്ച് യാത്രയായി. ആഫ്രിക്കയെ കിട്ടായികയാൽ അവൻ പിന്നെ യൂറോപ്പിലേക്ക് യാത്ര ആരംഭിച്ചു. സ്പെയിനിലെത്തി. അപ്പോഴേക്കും അവൻ ശേഖരിച്ച സമ്പത്തൊക്കെ തീർന്നു. അവൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. ഒടുവിൽ നിരാശയോടെ സ്പെയിനിലെ ബെസോണിയ നദിയിലേക്ക് അവൻ ചാടി ആത്മഹത്യ ചെയ്യുക. എന്നാൽ അവൻ വിറ്റ അവൻ്റെ വയൽ വാങ്ങിയത് അവൻ്റെ കൂട്ടുകാരനാണ്. അവിടെ അവൻ അധ്വാനിക്കാൻ ആരംഭിച്ചു, കിളക്കാൻ ആരംഭിച്ചു. ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഒരു തടാകരയിലേക്ക് വന്നപ്പോൾ അവിടെ തിളങ്ങുന്നൊരു കല്ല് കണ്ട് അവനത് പതിയെടുത്ത് സ്വന്തം മുറിയിൽ, സ്വീകരണ മുറിയിൽ വെച്ചു. ദൂരെ നിന്ന് വന്ന ഏതോ പണ്ഡിതൻ അത് കണ്ടു പരിശോധിച്ചപ്പോൾ അവന് മനസ്സിലായി ഇത് രത്നമാണെന്ന്. പതിയെ കൂട്ടുകാരൻ ആ ഹാഫിസിൻ്റെ വയലൊന്ന് കിളച്ചു നോക്കിയപ്പോൾ അറിയുകയാണ് അത് രത്നങ്ങളുടെ ഖനിയായിരുന്നുവെന്ന്. ഹാഫിസ് പോടനായ മനുഷ്യൻ, സ്വന്തം രത്നങ്ങൾ ഉറവിടം മറന്നുകൊണ്ട് ദൂരെ അന്വേഷിച്ചു പോയവൻ. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? നിത്യതയുടെ വെളിച്ചം തരുന്ന വചനം നമ്മുടെ വീട്ടിലുണ്ടായിരിക്കെ അതിനെ മറച്ചു വെച്ചുകൊണ്ട് മറ്റു ലോകത്തിൻ്റെ അറിവിൻ്റെ പിന്നാലെ പോകുന്നവർ. ഈ വചനത്തെ ധ്യാനിക്കുക, അതിനുവേണ്ടി ആഗ്രഹിക്കുക, അതിൻ്റെ നന്മകൾ കണ്ടെത്തുക. രാജാക്കന്മാരുടെ പുസ്തകം 2-ാം പുസ്തകം, അതിൽ ജോസി എന്ന രാജാവ് നഷ്ടപ്പെട്ടു പോയ വചനത്തെ കണ്ടെത്തുന്നുണ്ട്. കണ്ടെത്താൻ കാരണം അവൻ ചില നന്മയിൽ ജീവിച്ചതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ പ്രീതിയിൽ ജീവിച്ചതുകൊണ്ടാണ്. ഓർക്കണം, ജെറുസലേമിനെ, ദേവാലയത്തെ നവീകരിക്കാൻ അവൻ ആഗ്രഹിച്ചു. പിതാവായ ദാവീദിൻ്റെ വഴികളിൽ നിന്ന് ഒരിക്കലും ഇടറാതെ അവൻ ജീവിച്ചു. സ്വന്തം ജീവിതത്തിലും സമൂഹത്തിലും മനപരിവർത്തനം ഉണ്ടാകണമെന്ന് അവൻ കൊതിച്ചു. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ട വചനം അവന് കിട്ടുവാനായിട്ട് ദൈവം ഇടയാക്കിയത്. നമ്മളും ആഗ്രഹിക്കണം ഈ ജോസിയായെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകാൻ, തകർന്നു പോകുന്ന നമ്മുടെ ജീവിത സംരംഭങ്ങളെ പുനർനവീകരിക്കാൻ, കുറേ കൂടി ആത്മബന്ധമുള്ള ജീവിതം രൂപപ്പെടുത്താൻ. തീർച്ചയായിട്ടും അപ്പോൾ നഷ്ടപ്പെട്ട വചനത്തിൻ്റെ കൃപ നമുക്ക് തിരികെ കിട്ടും. അതനുസരിച്ച് ജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകും. പലപ്പോഴും നമുക്കതിന് കഴിയാതെ പോകുന്നു. വചനത്തിൻ്റെ ശക്തി നാം മനസ്സിലാക്കാതെ പോകുന്നു. ഓർക്കുകയാണ്, ഒരമ്മ ഒരു ദിവസം എന്നെ കാണാൻ വന്നു. ഫ്രാൻസിസ്കൻ ആത്മായ സഭയിലൊരമ്മയാണ്. വന്ന ഉടനെ അമ്മ അടുത്ത് വന്നിട്ട് പറഞ്ഞു, 38 വർഷം മദ്യത്തിന് മയക്കുമെന്ന് അടിമയായിരുന്ന എൻ്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തര കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഞാൻ അമ്മയ്ക്കൊരു കസേര കൊടുത്തു, ഇരുന്നു. അമ്മ സ്വന്തം ജീവിതം പറയാൻ ആരംഭിച്ചു.
20-ാം വയസ്സിൽ വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ 31 വയസ്സുള്ള ഭർത്താവിനെ ചൂണ്ടി അമ്മായിയമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതുവരെയും ഞാൻ വഹിച്ച കുരിശ, ഇനി നീ എടുക്കുക. സത്യത്തിൽ ഞാൻ നെട്ടിപ്പോയി. ഈ അമ്മ പറഞ്ഞത് സത്യമായിരുന്നു. പിന്നീട് എനിക്കുള്ള യാത്ര മുഴുവനും കാൽവരിയായിരുന്നു. എന്നും ഭർത്താവ് കുടിച്ചു വരും, എന്നെ ഉപദ്രവിക്കും, ഭക്ഷണത്തിൽ മണ്ണെണ്ണയൊഴിക്കും, മക്കൾക്ക് വിളമ്പുന്ന പാത്രം പോലും വലിച്ചെറിയും. എന്നും നരകതുല്യമായ യാത്ര. ഒരു ദിവസം ഒരു ദിവസമാണെന്ന് ഓർക്കുന്നു. ഭക്ഷണത്തെ സംബന്ധിച്ച് പതിയെ തർക്കമായി, ബഹളമായി, പാത്രങ്ങൾക്ക് തച്ചുടയ്ക്കാൻ ആരംഭിച്ചു. ഫോൺ വലിച്ചെറിഞ്ഞ് ഒടുവിൽ TV പൊട്ടിക്കാനായിട്ട് ഒരുമ്പിട്ടപ്പോൾ ഞാൻ തടഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഇത് എൻ്റെ വീട്, ഇറങ്ങിപ്പോടി. ആ രാത്രിയിൽ പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ഞാൻ ഇറങ്ങിപ്പോന്നു. ദൂരെ ആലുവയിലുള്ള ഒരു മുസ്ലിം സ്ത്രീയുടെ വീട്ടിൽ അഭയം പ്രാപിച്ചു. ബന്ധുക്കൾക്ക് പിന്നെ ഇടപെട്ട് 17 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരികെ വന്നത്. അതോടൊരു പ്രശ്നങ്ങൾക്ക് അവസാനിക്കുമെന്ന് വിചാരിച്ചത്, പക്ഷെ അതിനേക്കാൾ മോശമായൊരവസ്ഥയിലെത്തി. അപ്പോൾ അയൽവാസികൾ പറഞ്ഞു, ഭർത്താവിൻ്റെ മദ്യപാന ശീലം മൂലം ഇവർ ഏതോ പുരുഷൻ്റെ പിന്നാലെ ഒളിച്ചോടിപ്പോയെന്ന്. അത് കൂടുതൽ ആന്തരിക സംഘർഷമുണ്ടാക്കി. എന്തെന്നില്ലാത്ത ഏകാന്തതയിൽ, വേദനയിൽ, ജീവിതത്തിൻ്റെ പ്രതീക്ഷയൊക്കെ അവസാനിച്ചപ്പോൾ ഈ അമ്മ തീരുമാനിച്ചു ആത്മഹത്യ ചെയ്യാൻ. സ്വന്തം വീടിന് മുമ്പിലുള്ള റെയിൽവേ ട്രാക്കിൽ തലവെച്ച് മരിക്കാൻ 3 വട്ടം പോയപ്പോൾ എന്തോ ഒരു ആത്മീയ ശക്തി തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീടിൻ്റെ വരാന്തയിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഈ അമ്മ പറഞ്ഞു, എന്നെ എല്ലാവരും വീക്ഷിച്ചു, ദൈവവും മനുഷ്യരും എൻ്റെ ഭർത്താവുമൊക്കെ. ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്? ഉള്ളിൽ വിതുമ്പിക്കൊണ്ട് ഈ അമ്മ പറഞ്ഞു, യേശുവേ, നിന്നെ 3 ആണികളിലല്ല 5 ആണികളാണ് തറയ്ക്കേണ്ടത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉള്ളിലിരുന്നു കൊണ്ട് ഒരു ദൈവത്തിൻ്റെ ശക്തി പറഞ്ഞു, വായിക്കുക യെശയ്യായുടെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം. ബൈബിൾ വായിച്ച് ശീലമില്ല. ആ വാക്കിൻ്റെ പ്രചോദനത്തിൽ ബൈബിൾ എടുത്തു, ഇൻഡെക്സ് നോക്കി, എവിടെയാണ് യെശയ്യായുടെ പുസ്തകമെന്ന് തിരിച്ചറിഞ്ഞു. 41-ാം അധ്യായം 10-ാം വാക്യം വായിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ആ വാക്ക് വായിച്ച് കണ്ണ് നിറഞ്ഞു. പിന്നെ ബൈബിൾ വായിക്കാനുള്ള തീഷ്ണതയായി. TV കണ്ട് സമയം കളഞ്ഞതിൻ്റെ അമ്മ പിന്നെ ബൈബിളിലായി സ്വന്തം ജീവിതം മാറ്റിവെച്ചു. വചനം കേൾക്കുന്ന ഏത് മേഖലയിലേക്കും ഓടിച്ചെല്ലും. കിട്ടുന്ന അവസരങ്ങളൊക്കെ വചനം പങ്കുവെക്കാൻ ആരംഭിച്ചു. അങ്ങനൊരു ദിവസം ഈ അമ്മയും ഭർത്താവുമായിട്ട് എന്നെ കാണാൻ വന്നിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല, പറഞ്ഞപ്പോൾ മാത്രം ഞാൻ ഓർത്തു. ഈ അമ്മയുടെ കൈവശം ബൈബിൾ ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ആ കൗൺസിലിൻ്റെ സമയത്ത് പറഞ്ഞു, കയ്യിൽ വചനമുണ്ടല്ലോ, അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഹൃദയത്തിൽ വചനമുണ്ടാകും. ഈ വചനം അമ്മയെ രക്ഷിക്കും. ഒരു ദിവസത്തെ ധ്യാനമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഈ അമ്മയും ഭർത്താവും വീട്ടിലെത്തി. എന്നിട്ട് ഭർത്താവ് എന്ത് ചെയ്തു? ഫ്രിഡ്ജിലുണ്ടായിരുന്ന മദ്യക്കുപ്പി എടുത്ത് മുറ്റത്ത് പൊട്ടിച്ച് കളഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഞാൻ മദ്യം കുടിക്കില്ല. അതിനുശേഷം 1 വർഷമായിട്ട് ഭർത്താവ് കുടിച്ചിട്ടില്ല. ബൈബിൾ ആ കുടുംബത്തെ രക്ഷിച്ചു. വചനം ആ കുടുംബത്തെ നവീകരിച്ചു. എല്ലാ ദിവസവും ഈ ഭാര്യയും ഭർത്താവും കുർബാനയ്ക്ക് പോകുന്നത് കണ്ട് മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്നു. അതെ, വചനത്തിന് ഒരുപാട് ശക്തിയുണ്ട്, കൃപയുണ്ട്. അത് നാം തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. വചനത്തെ ധ്യാനിക്കുക, നമ്മുടെ അനുദിന ജീവിതത്തിൽ അതിനെ കണ്ടെത്തുക. പാപവഴിയിൽ നിന്നും അകന്നു പോകാനുള്ള ഏക വഴി വചനാധിഷ്ഠിതമായ ജീവിതമാണ്. ബൈബിൾ പുരോഹിതന്മാർക്കും സമർപ്പിതർക്കും വേണ്ടി മാറ്റിവെച്ച വിശുദ്ധ ഗ്രന്ഥം മാത്രമല്ല, ഏതൊരു സാധാരണക്കാർക്കും വേണ്ടിയുള്ളതാണ്. വായിക്കണം. വായിച്ച് മനഃപ്പാഠമാക്കിയതുകൊണ്ട് മാത്രമായില്ല, ധ്യാനിക്കണം. ഉള്ളിൽ വചനം കനലായിട്ട് മാറണം. അപ്പോഴേ ദൈവത്തിൻ്റെ വെളിപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഓർമ്മയില്ലേ, ജെറുസലേമിൽ നിന്നും എമാവൂസിലേക്ക് കടന്നുപോയ 2 ശിഷ്യന്മാർ ക്രിസ്തു ആഗ്രഹിച്ച നാട്ടിൽ നിന്നും മോശപ്പെട്ടൊരു നാട്ടിലേക്ക് എതിരെ യാത്ര ചെയ്യുകയായിരുന്നു. അവിടെ മധ്യേ ക്രിസ്തു കടന്നു വരുന്നുണ്ട്, സഹയാത്രികനായിട്ട് വചനം വ്യാഖ്യാനിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴവർ ഗ്രഹിക്കുന്നൊന്നുമില്ല. പിന്നീട് എപ്പോഴോ അപ്പം മുറിച്ച് കൊടുത്ത് യേശു പിന്മാറുമ്പോഴാണ് അവർക്ക് വെട്ടമുണ്ടാകുന്നത്. അപ്പോഴവർ പറഞ്ഞത് എന്താ? യേശു വചനം വ്യാഖ്യാനിച്ച് തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ എന്ന്. അതെ, ഈ ജ്വലനമാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് വിശ്വാസ സമൂഹം ദൈവം ആഗ്രഹിക്കുന്നതിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിൽ വചനം കടന്നു വരാൻ, വചനത്തെ ധ്യാനിച്ച ആ വചനം കനലായിട്ട് മാറാൻ, അങ്ങനെ തിരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന തിരുസഭയിലേക്ക് തിരികെ വരാൻ. ഒരുപാട് ശക്തിയും കൃപയും വചനത്തിലുണ്ട്. അത് നാം തിരിച്ചറിയുന്നില്ല എന്നത് നമ്മുടെ പരാജയമാണ്. ഓർക്കുക, ഒരു മദ്യപാനിയായ മനുഷ്യൻ, ദൈവത്തെ എതിർത്ത് ജീവിച്ചവൻ, അവനെ നന്മയിലേക്കും വിശ്വാസത്തിലേക്കും തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു കൂട്ടുകാരൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ആ മദ്യപാനോട് ജന്മദിനത്തിൽ ഒരു ബൈബിൾ കവറിൽ പൊതിഞ്ഞ് സമ്മാനമായിട്ട് കൊടുത്തു. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആ കവർ പൊട്ടിച്ച് നോക്കിയപ്പോൾ ദൈവവചനം. മദ്യത്തിൻ്റെ ലഹരിയായിരുന്നവൻ ഇതാണോ നീ എനിക്ക് സമ്മാനമായി തന്നതെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞു എല്ലാവരുടെ മുമ്പിൽ. വല്ലാത്ത വേദനയോടെ സുഹൃത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ മദ്യപാനിയുടെ ഭാര്യയ്ക്കും എന്തെന്നില്ലാത്ത വേദനയായി. ഒടുവിൽ എന്തെന്നില്ലാത്ത ദേഷ്യത്തോട് ഇയാൾ വീണ്ടും കുടിക്കാൻ മദ്യശാലയിലേക്ക് പോയപ്പോൾ ഭാര്യ വലിച്ചെറിയപ്പെട്ട ബൈബിൾ എടുത്ത് അയാൾ കിടക്കുന്ന മുറിയുടെ മേശയിൽ വെച്ചു. മദ്യം കൂടുതൽ കുടിച്ചൊന്മത്തനായി അയാൾ തിരിച്ചു വരികയാണ് സ്വന്തം കിടപ്പുമുറിയിൽ. കിടക്കാൻ ഒരുങ്ങിയപ്പോൾ മേശപ്പുറത്ത് താൻ വലിച്ചെറിഞ്ഞ ബൈബിൾ വീണ്ടും ഇരിക്കുന്നു. ലഹരിയിൽ എന്തോ പൈശാചികമായ ശക്തിയിൽ ആ ബൈബിൾ എടുത്ത് അവൻ ഓരോ താളുകളും കീറാൻ ആരംഭിച്ചു. ഒടുവിൽ ആ പേപ്പർ കഷ്ണങ്ങൾ മുറിയിലെ നെരിപ്പോടിലേക്ക് വലിച്ചെറിഞ്ഞു. ആ നെരിപ്പോടിൽ പേപ്പർ കത്തിച്ചാരമാകുന്നത് കണ്ടിട്ട് അയാൾ പറഞ്ഞു, ഇതാണ് പോലും ദൈവവചനം, വെറും ചാരം. പക്ഷേ അതിൽ നിന്നൊരു ചെറിയൊരു പേപ്പർ കഷ്ണം കാറ്റിൽ നെരിപ്പോടി വീഴാതെ പറന്നുപോയിരുന്നു. എല്ലാം നശിപ്പിച്ചു എന്ന സംതൃപ്തിയിൽ മനുഷ്യൻ കിടക്കുക, ഉറങ്ങുക. കാറ്റിൽ പറന്നു വന്ന ആ പേപ്പർ കഷ്ണം പതിയെ അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ അടുത്ത് വന്ന് വീണു. ഉറങ്ങി. പ്രഭാതമായപ്പോൾ മദ്യത്തിൻ്റെ ലഹരി കെട്ടു ഉണർന്നപ്പോൾ തൻ്റെ മുഖത്തോട് ചേർന്ന് കിടക്കുന്ന ആ പേപ്പർ എടുത്ത് വെറുതെ എടുത്തൊന്ന് വായിച്ചു. Heaven and earth will pass away, but my words will not pass away. ആകാശവും ഭൂമിയും മാറിപ്പോകും, പക്ഷെ എൻ്റെ വചനം മാറിപ്പോകില്ല. അവൻ നെറ്റിപ്പോയി. കാരണം ഇന്നലെ രാത്രി അവൻ നശിപ്പിച്ച വചനങ്ങളിൽ നിന്നും ഇതൊരു വചനം പുറത്തേക്ക് വന്ന് അവനെ വെല്ലുവിളിക്കുന്നു. ആ വചനം അവനെ നവീകരിച്ചു. അവൻ അന്ന് തന്നെ പോയി പുതിയൊരു ബൈബിൾ വാങ്ങിച്ചു, വായിച്ചു, ധ്യാനിച്ചു. ജീവിതത്തിൽ നവീകരണമുണ്ടായി. അതെ, വചനത്തെ കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കാൻ സമയമായിരിക്കുന്നു. വചനത്തിൽ നിന്ന് അകന്നു പോകുന്നവർ തെറ്റിൻ്റെ വഴിയിലേക്ക് യാത്ര ചെയ്യുന്നത്. കടന്നു വരിക. ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. നെഹമ്യ ചെയ്തതെന്താ? ആദ്യം തൻ്റെ ജനത്തിന് ചുറ്റും സംരക്ഷണമായിട്ട് ഭിത്തി പടന്നു. പിന്നെ ഉള്ളിൽ വചനത്തിൻ്റെ ഭിത്തി പാകി പുരോഹിതനിലൂടെ. ആ ജനം മുഴുവനും അനുദപിച്ചു, നവീകരിച്ചു. സ്വന്തം ജീവിതത്തെ ദൈവത്തിൻ്റെ മക്കളുടെ കൃപ നിറഞ്ഞ വഴിയിലേക്ക് നയിച്ചു. നമ്മൾ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പലതും പണിയുന്നുണ്ടാകാം. ദുരന്തം വന്നാൽ ഇതിനൊന്നും പ്രതിരോധിക്കാനാകില്ല. വേണ്ടത് വചനാധിഷ്ഠിതമായൊരു ജീവിതമാണ്. അതിൽ അടിയുറച്ച വിശ്വാസമുള്ളൊരു ജീവിതത്തെ ഒരു ദുരന്തത്തിനും തകർക്കാനാകില്ല. ഇരുതല വാള വചനം എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നതാണത്. അത് നമ്മുടെ ജീവിതത്തെ നവീകരിക്കും. നാം പറയുന്നവരുടെ ജീവിതത്തെയും നവീകരിക്കും. വചനത്തെ കുറേ കൂടി ഗൗരവത്തിലെടുക്കാം. അത് നമ്മെ അസ്വസ്ഥപ്പെടുത്തട്ടെ. ആ വചനം കനലായിട്ട് മാറട്ടെ. അനേകർ ജീവിതത്തെ നവീകരിച്ച് വിശുദ്ധിയിലേക്ക് കടന്നു വന്നത് വചനത്തിൻ്റെ കരുത്തിലാണെങ്കിൽ ആ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ നവീകരണത്തിൻ്റെ വഴിയായിട്ട് മാറട്ടെ. വചനത്തെ അവഗണിച്ചാൽ നാം അവഗണിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. വചനത്തെ ചുംബിച്ചാൽ നാം ചുംബിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തെ തന്നെയാണ്. കുറേ കൂടി ആത്മീയമായി വളരാൻ അവൻ്റെ അറിവ് നിറഞ്ഞ വചനത്തെ നമുക്ക് ഭക്ഷിക്കാം. ആ ഊർജത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവമേ, നിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. വചനത്തെ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഞങ്ങൾക്ക് തരണമേ. വചനത്തെ അവഗണിക്കാതിരിക്കാൻ, അതിൻ്റെ ജ്ഞാനത്തെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ നിത്യമായ പ്രകാശം കൊണ്ട് നയിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ